പഹൽഗാം ഭീകര ആക്രമണത്തിന് കാരണം സുരക്ഷാ ഇന്റലിജൻസ് വീഴ്ചയെന്ന് ഫാറൂഖ് അബ്ദുള്ള. കാശ്മീരികൾ നല്ല ജീവിതം നയിക്കുന്നത് പാകിസ്ഥാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം. കാശ്മീരികൾക്കിടയിൽ പാകിസ്ഥാൻ കുപ്രചാരണം അഴിച്ചുവിടാൻ ശ്രമിക്കുന്നു. ഇതൊന്നും നടക്കാത്തതുകൊണ്ടാണ് ആക്രമണം നടത്തിയത് എന്നും ഫാറൂഖ് അബ്ദുള്ള വിലയിരുത്തുന്നു. പാകിസ്ഥാൻ ജനത അവർ ഇന്ത്യയുമായി നല്ല സൗഹൃദം ആഗ്രഹിക്കുന്നവരാണ് എന്നാണ് ഫാറൂഖ് അബ്ദുള്ള പറയുന്നത്. പക്ഷേ അവരുടെ സൈന്യം അത് ആഗ്രഹിക്കുന്നില്ല. പാകിസ്ഥാൻ ഒരു പരാജയപ്പെട്ട രാഷ്ട്രമാണ്. സൈന്യം പാകിസ്ഥാനെ നിയന്ത്രിക്കുന്നിടത്തോളം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സൗഹൃദം ഉണ്ടാകില്ല എന്നും ഫാറൂഖ് അബ്ദുള്ളയുടെ വിലയിരുത്തൽ. അതേസമയം പഹൽഗാമിൽ NIA മേധാവി സദാനന്ദ് വസന്തത്തെ സന്ദർശനം നടത്തി. ആക്രമണത്തിന്റെ വിശദമായ വിവരങ്ങൾ NIA ശേഖരിച്ചു വരികയാണ്. തെക്കൻ കാശ്മീരിൽ ഇപ്പോഴും തീവ്രവാദികളുടെ സാന്നിധ്യമുണ്ട് എന്നാണ് NIAക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. കൂടുതൽ തീവ്രവാദികൾ ഒളിച്ചിരിക്കാനുള്ള സാധ്യതയുടെ അടിസ്ഥാനത്തിൽ പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരർ സംഭവത്തിന് 2 ദിവസം മുൻപ് ബൈസരൻ വാലിയിൽ ഉണ്ടായിരുന്നു എന്നും പഹൽഗാം കൂടാതെ മറ്റു 3 കേന്ദ്രങ്ങൾ കൂടി ഇവർ ആക്രമണത്തിന് പരിഗണിച്ചിരുന്നതായും ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത ഒരാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ഭീകരർ ഏപ്രിൽ 15-ന് പഹൽഗാമിൽ എത്തുകയും ബൈസരൻ വാലി ഉൾപ്പെടെ 4 സ്ഥലങ്ങളിൽ നിരീക്ഷണം നടത്തുകയും ചെയ്തതായാണ് റിപ്പോർട്ട്. ആരുവാലി പ്രാദേശിക അമ്യൂസ്മെന്റ് പാർക്ക്, ബേതാബ് വാലി എന്നിവയായിരുന്നു മറ്റു 3 ലക്ഷ്യങ്ങൾ. ഇവിടെയും ഭീകരർ നിരീക്ഷണം നടത്തിയിരുന്നു എങ്കിലും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ആക്രമണം നടത്തുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയായിരുന്നുവെന്നും അന്വേഷണ സംഘത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ദേശീയ അന്വേഷണ ഏജൻസി ഭീകരരെ സഹായിച്ചുവെന്ന് കരുതുന്ന ഏകദേശം 20ഓളം പേരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇവരിൽ പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർ നിരീക്ഷണത്തിലാണ്. 4 പേർക്ക് ഭീകരർ നിരീക്ഷണത്തിനും മറ്റും സഹായങ്ങൾ നൽകിയതിൽ നിർണായക പങ്ക് വഹിച്ചതായാണ് വിവരം. ആക്രമണത്തിന് മുൻപ് പ്രദേശത്ത് 3 സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ആക്രമണവുമായി ബന്ധപ്പെട്ട് 2500-ലധികം വ്യക്തികളെ ചോദ്യം ചെയ്തു. ഇവരിൽ 186 പേരെ വിശദമായ ചോദ്യം ചെയ്യലിനായി സംഘം കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം. അതേസമയം പഞ്ചാബിലെ അമൃത്സറിലുള്ള ഇന്ത്യ-പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് വൻ ആയുധ ശേഖരം കണ്ടെടുത്ത സുരക്ഷാസേന കഴിഞ്ഞ ദിവസം വൈകുന്നേരം അമൃത്സറിലെ ഭരോപാലിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും പഞ്ചാബ് പോലീസും സംയുക്തമായി നടത്തിയ തിരച്ചിലാണ് ആയുധ ശേഖരം കണ്ടെത്തിയത്. 2 ഹാൻഡ് ഗ്രനേഡുകൾ, 3 തോക്കുകൾ, 6 മാഗസീനുകൾ, 50 വെടിയുണ്ടകൾ എന്നിവയാണ് പിടിച്ചെടുത്തത്. പഞ്ചാബ് പോലീസുമായി സഹകരിച്ച് നടത്തിയ പരിശോധനയിലൂടെ ഒരു ഭീകരാക്രമണം തടയാൻ സാധിച്ചുവെന്നും BSF ഉദ്യോഗസ്ഥർ അറിയിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് ആയുധ ശേഖരം പിടിച്ചെടുക്കുന്ന പ്രധാന ഓപ്പറേഷനുകളിൽ ഒന്നാണിത്. ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ 26 ജീവനുകൾ നഷ്ടമായതിന് പിന്നാലെയാണ് സുരക്ഷാസേന അതിർത്തികളിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ മാസവും അമൃത്സറിലെ സഹോബൽ ഗ്രാമത്തിൽ BSFും പഞ്ചാബ് പോലീസും സംയുക്തമായി നടത്തിയ തിരച്ചിലും ആയുധശേഖരം കണ്ടെടുത്തിരുന്നു. അന്ന് 450 കിലോഗ്രാം സ്ഫോടക വസ്തു, 5 ഗ്രനേഡുകൾ, 4 തോക്കുകൾ, 220 വെടിയുണ്ടകൾ, 2 റിമോട്ട് കൺട്രോളറുകൾ, ബാറ്ററി ചാർജർ എന്നിവയാണ് പിടിച്ചെടുത്തത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.